Hello everyone. വിക്ടേഴ്സ് ചാനലിൽ +1 സുവോളജി 11ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് ഇന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ടോപ്പിക് ഫൈലം കോർഡേറ്റയാണ്. അപ്പോൾ ഫൈലം animals belonging to phylum Chordata are fundamentally characterized by the presence of notochord, a dorsal hollow nerve cord, and a paired pharyngeal gill slits. അപ്പോൾ ഒരു കോർഡേറ്റ എന്ന് പറയുന്ന ആ ഒരു ഫൈലത്തിൽപ്പെട്ട ആനിമൽസിലെല്ലാത്തിലും പ്രധാനമായും 3 ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു നോട്ടോകോഡിൻ്റെ പ്രസൻസ്, ഒരു നെർവ് കോഡ് ഡോർസൽ ഹോലോ നെർവ് കോഡിൻ്റെ പ്രസൻസ്, അതുപോലെ തന്നെ ഗിൽ സ്ലിറ്റ്സ് പേഡ് ഫെർനിജൽ ഗിൽ സ്ലിറ്റ്സിൻ്റെ പ്രസൻസ്. അപ്പോൾ ഇതിനകത്ത് മൂന്നും ഈ പേരുകൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് അൺഫെമിലിയർ ആയിരിക്കാം. അപ്പോൾ അതിൽ ഓരോന്നും എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം നോട്ടോകോഡ്. It is a longitudinal cartilaginous rod running between the nerve cord and the digestive tract. It acts as a support for the nerve cord and is replaced by the vertebral column after the embryonic stage in all vertebrates. അപ്പോൾ നോട്ടോകോഡ് എന്ന് പറയുന്നത് ഒരു ലോങ്ങിറ്റ്യൂഡിനൽ കാർട്ടിലേജിനസ്, അതായത് കാർട്ടിലേജ് കൊണ്ടുള്ള ഒരു നീളമുള്ള ഒരു റോഡ് ഷേപ്ഡ് പാർട്ടാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. നെർവ് കോഡിൻ്റെയും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെയും ഇടയിലൂടെയാണ്, അതിൻ്റെ ഒരു മിഡിൽ പോർഷനിലൂടെയാണ് ഈ ഒരു നോട്ടോകോഡ് കടന്നു പോകുന്നത്. നെർവ് കോഡിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എംബ്രിയോണിക് സ്റ്റേജിൽ നെർവ് കോഡിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നോട്ടോകോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എംബ്രിയോണിക് സ്റ്റേജ് കഴിഞ്ഞ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുമ്പോൾ ആ ഒരു നോട്ടോകോഡ് വേർട്ടബ്രൽ കോളമായിട്ട് എല്ലാ വേർട്ടബ്രേറ്റ്സിലും നമുക്ക് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടോകോഡ് എന്താണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡോർസൽ നെർവ് കോഡ്. Dorsal nerve cord is a bundle of nerves running along the back and splits into the brain and spinal cord. It is hollow and lies dorsal to the notochord. അപ്പോൾ നമ്മുടെ നോട്ടോകോഡ് സപ്പോർട്ട് ചെയ്യുന്ന നെർവ് കോഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ നെർവ് കോഡ് എന്ന് പറയുന്നത് ഒരു ബണ്ടിൽ ഓഫ് നെർവ്സ് ആണ്, കുറച്ച് നെർവുകളുടെ ഒരു ബണ്ടിലാണ് നെർവ് കോഡ് എന്ന് പറയുന്നത്. ഇറ്റ് റൺസ് അലോങ് ദ ബാക്ക്. ആ ഒരു നെർവ് കോഡാണ് ബ്രെയിനായും അതുപോലെ തന്നെ സ്പൈനൽ കോഡായിട്ടും പിന്നീട് സ്പ്ലിറ്റ് ആവുന്നത്. ഇറ്റ് ഈസ് ഹോലോ ആൻഡ് ഇറ്റ് ലൈസ് ഡോർസൽ ടു ദ നോട്ടോകോഡ്. അത് കഴിഞ്ഞാൽ വരുന്നത് ഫാർനിജൽ ഗിൽ സ്ലിറ്റ്സ് ആണ്. ദേ ആർ ദി ഓപ്പണിങ്സ് വിച്ച് അലൗ ദ എൻട്രി ഓഫ് വാട്ടർ ത്രൂ ദ മൗത്ത് without entering the digestive system. They connect mouth and the throat. All chordates have these openings on the lateral sides of the pharynx at some stage of their life. അപ്പോൾ ഈ ഒരു ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്നത് എൻട്രി ഓഫ് വാട്ടർ നമ്മുടെ മൗത്തിലേക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കല്ലാതെ എൻട്രി ഓഫ് വാട്ടർ കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ടാണ്. ദേ കണക്ട് മൗത്ത് ആൻഡ് ദ ത്രോട്ട്. അതാണ് ഗിൽ സ്ലിറ്റ്സിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പോസ്റ്റ് ആനൽ ടെയിലാണ്. പോസ്റ്റ് ആനൽ ടെയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് ദ ബോഡി ടു ദി ആനസ്. In chordates, the tail is composed of skeletal muscles which help in locomotion in fish-like species. It is absent in most of the adult chordates. അപ്പോൾ പോസ്റ്റ് ആനൽ ടെയിൽ എന്ന് പറയുന്നത് ബോഡിയിൽ നിന്നും ഉള്ള ഒരു എക്സ്റ്റൻഷനാണ് ടു ദി ആനസ്. കോർഡേറ്റ്സിലാണെങ്കിൽ ഈ ഒരു ടെയിൽ സ്കെലറ്റൽ മസിൽസ് ആയിരിക്കും ഈ ഒരു ടെയിലിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫിഷ് ലൈക്ക് സ്പീഷീസിൽ ഇത് ലോക്കോമോഷന് സഹായിക്കുന്നു, അതായത് മൂവ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. അഡൾട്ട് കോർഡേറ്റ്സിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഒരു പോസ്റ്റ് ആനൽ ടെയിൽ ആബ്സെൻ്റ് ആയിരിക്കും. പിന്നീട് വരുന്ന കോർഡേറ്റ ഫൈലമിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് they are bilaterally symmetrical, triploblastic, coelomic and have segmented body. ബോഡി ഡിസൈൻ കോംപ്ലക്സ് ആണ്, വെൽ ഡിഫറൻഷിയേറ്റഡ് ബോഡി ആയിരിക്കും ഉണ്ടാവുക. ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ഇതാണ് നമ്മളുടെ ഫൈലം കോർഡേറ്റയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു നോട്ടോകോഡ് പ്രസൻറ്റ് ആയിരിക്കും, ഡോർസൽ നെർവ് കോഡ് പ്രസൻറ്റ് ആയിരിക്കും, ഗിൽ സ്ലിറ്റ്സ് പ്രസൻറ്റ് ആയിരിക്കും, പോസ്റ്റ് ആനൽ ടെയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ബയലാട്രലി സിമെട്രിക്കൽ ആയിരിക്കും, ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കും, സീലോമിക് ആയിരിക്കും, അതുപോലെ തന്നെ സെഗ്മെൻറ്റഡ് ബോഡി ഉണ്ടാവും. കോംപ്ലക്സ് ബോഡി ഡിസൈൻ ആയിരിക്കും ഉണ്ടാവുക. വെൽ ഡിഫറൻഷിയേറ്റഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ ആയിരിക്കും ബോഡിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇനി നമ്മളൊരു കമ്പാരിസൺ ആണ് നടത്താൻ പോകുന്നത്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോർഡേറ്റ്സ് ആൻഡ് നോൺ കോർഡേറ്റ്സ്. അപ്പോൾ കോർഡേറ്റ്സിൽ ഒരു നോട്ടോകോഡ് പ്രസൻറ്റ് ആണ് നമ്മൾ പറഞ്ഞു, നോൺ കോർഡേറ്റ്സിൽ ആ ഒരു നോട്ടോകോഡ് ആബ്സെൻ്റ് ആയിരിക്കും. കോർഡേറ്റിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസൽ ആയിരിക്കും, ഹോളോ ആൻഡ് സിംഗിൾ. പക്ഷേ നോൺ കോർഡേറ്റ്സിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ ആയിരിക്കും, സോളിഡ് ആൻഡ് ഡബിൾ ആയിരിക്കും. കോർഡേറ്റ്സിലെ ഫാരിങ്സ് പെർഫോറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്, നോൺ കോർഡേറ്റ്സിൽ ഗിൽ സ്ലിറ്റ്സ് ആബ്സെൻ്റ് ആണ്. കോർഡേറ്റ്സിൽ ഹാർട്ട് ഈസ് വെൻട്രൽ, നോൺ കോർഡേറ്റ്സിൽ ഹാർട്ട് ഈസ് ഡോർസൽ ഇഫ് പ്രസൻറ്റ്. കോർഡേറ്റ്സിൽ എ പോസ്റ്റ് അനൽ പാർട്ട് ഈസ് പ്രസൻറ്റ്, അതായത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പോസ്റ്റ് അനൽ ടെയിൽ അത് പ്രസൻ്റ് ആയിരിക്കും. നോൺ കോർഡേറ്റ്സിൽ പോസ്റ്റ് അനൽ ടെയിൽ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് കോർഡേറ്റ്സും നോൺ കോർഡേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈലം കോർഡേറ്റ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഫൈലം കോർഡേറ്റ ആദ്യത്തെ സബ് ഫൈലം യൂറോകോർഡേറ്റയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സബ് ഫൈലം സെഫലോകോർഡേറ്റ ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്ന 3 സബ് ഫൈലമാണ് ഫൈലം കോർഡേറ്റയ്ക്കുള്ളത്, യൂറോകോർഡേറ്റ, സെഫലോകോർഡേറ്റ ആൻഡ് വെർട്ടബ്രേറ്റ. ഇതിൽ യൂറോകോർഡേറ്റ ആൻഡ് സെഫലോകോർഡേറ്റ രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ പറയുന്നതാണ് പ്രോട്ടോകോർഡേറ്റ്സ് എന്ന്. അത് എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയിട്ടുള്ള ആനിമൽസ് ആയിരിക്കും നമുക്കതിനകത്ത് കാണാൻ സാധിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർട്ടബ്രേറ്റയുടെ ഡിവിഷൻസ് നോക്കുകയാണെങ്കിൽ അഗ്നാത്ത അത് ലാക്സ് ജോ ആബ്സെൻ്റ് ആയിരിക്കും. അഗ്നാത്തയിലുള്ള ഓർഗാനിസംസിൽ അതിൽ വരുന്ന ക്ലാസ്സാണ് സൈക്ലോസ്റ്റൊമേറ്റ. പിന്നീട് വരുന്ന വെർട്ടബ്രേറ്റിലുള്ള ഒരു ഡിവിഷനാണ് ഗ്നാത്തോസ്റ്റൊമേറ്റ and it is a super class. It includes again 2 divisions, Pisces and Tetrapoda. Piscesൽ വരുന്ന ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒന്ന് കാർട്ടിലേജിനസ് ഫിഷ് ആണ്, മറ്റേത് ബോണി ഫിഷസ് ആണ്. അതായത് അവരുടെ സ്കെലറ്റൻ്റെ ബേസിസിലാണ് പിസസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കാർട്ടിലേജ് കൊണ്ടുള്ള സ്കെലറ്റൻ, മറ്റേത് ബോണി ഫിഷസ് ബോൺസ് കൊണ്ടുള്ള സ്കെലറ്റനുള്ള ഫിഷസ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്നാത്തോസ്റ്റൊമാറ്റയിൽ തന്നെ വരുന്ന സെക്കൻഡ് ഡിവിഷനാണ് ടെട്രാപോഡ. ടെട്രാപോഡയിൽ വരുന്ന ക്ലാസ്സസ് ആംഫീബിയ, റെപ്റ്റീലിയ, ഐവ്സ് ആൻഡ് മാമൽസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫൈലം കോർഡേറ്റ 3 സബ് ഫൈലമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് യൂറോകോർഡേറ്റ, സെഫലോകോർഡേറ്റ, വെർട്ടബ്രേറ്റ. ഇതിലാദ്യം തന്നെ നമുക്ക് യൂറോകോർഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കാനുള്ളത്. In Eurochordata, notochord is present only in larval tail and disappears in the adults. Larval stage notochord present ആയിരിക്കും, adults ആവുമ്പോൾ അത് disappear ചെയ്യും. They are exclusively marine and they are fixed to a substratum. They are also called as tunicate because the body of an adult is enclosed with the tunic made up of cellulose like substance known as tunicin. അപ്പോൾ ഇവരുടെ മറ്റൊരു പേരാണ് യൂറോകോർഡേറ്റയുടെ മറ്റൊരു പേരാണ് ട്യൂണിക്കേറ്റ് എന്നുള്ളത്. കാരണം ഒരു അഡൾട്ട് യൂറോകോർഡേറ്റയിൽ നമുക്ക് കാണാൻ സാധിക്കും ദെയർ ബോഡി ഈസ് സറൗണ്ടഡ് ബൈ എ ട്യൂണിക്, അതായത് മേഡപ്പ് ഓഫ് സെല്ലുലോസ് ആയിരിക്കും ആ ട്യൂണിക്. ആൻഡ് ആ ഒരു സെല്ലുലോസ് പോലുള്ള ആ ഒരു സബ്സ്റ്റൻസിനെ ട്യൂണിസിൻ എന്നാണ് നമ്മൾ പറയുന്നത്. നെർവ് കോഡ് ലാർവയിൽ പ്രസൻറ്റ് ആയിരിക്കും ആൻഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഡോർസൽ ഗാംഗ്ലിയൻ in adults, and the larva can move and undergoes metamorphosis. ഇപ്പോൾ മെറ്റോമോർഫോസിസ് എന്ന് പറയുന്നത് ഒരു ഇൻസെക്റ്റ് അല്ലെങ്കിൽ ഒരു ആംഫീബിയൻ അവരുടെ ലൈഫ് പ്രോസസ്സസ് കംപ്ലീറ്റ് ആകുമ്പോൾ, അതായത് കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ് വരും. ഒരു ഇൻസെക്റ്റ് ലാർവൽ സ്റ്റേജിൽ നിന്നും ഒരു അഡൾട്ട് ആവുന്ന രീതിയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജസ് ഉണ്ട്, 2 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജസിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ യൂറോകോർഡേറ്റയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ രണ്ടാമത്തെ സബ് ഫൈലത്തിലേക്ക് പോവാണ്, സെഫലോകോർഡേറ്റ. അപ്പോൾ സെഫലോകോർഡേറ്റ നോട്ടോകോഡ് എക്സ്റ്റെൻസ് ഫ്രം ഹെഡ് ടു ടെയിൽ റീജിയൻ വരെ നോട്ടോകോഡ് എക്സ്റ്റെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ലൈഫ് ലോങ് ഇത് പെർസിസ്റ്റൻ്റ് ആണ്, ത്രൂ ഔട്ട് ദ ലൈഫ് പ്രസൻ്റ് ആയിരിക്കും. ദേ ആർ സ്മോൾ ഫിഷ് ലൈക്ക് ആനിമൽസ്, മെറൈൻ ആനിമൽസ് ആയിരിക്കും നമുക്കിത് കാണാൻ സാധിക്കാം. അപ്പോൾ ദേ ആർ ലാറ്ററലി കംപ്രസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എലോങ്ങേറ്റഡ് ആയിരിക്കും, 2 എൻഡിലും പോയിൻറ്റഡ് ഷേപ്പായിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം. എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് നെഫ്രീഡിയ ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് അനൽ ടെയിലും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു സെഫലോകോർഡേറ്റയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സബ് ഫൈലം വെർട്ടബ്രേറ്റ ആണ്.
So, members of subphylum Vertebrata possess notochord during their embryonic period. Embryonic periodലാണ് വെർട്ടബ്രേറ്റയിലുള്ള ഓർഗാനിസംസിൽ നോട്ടോകോഡ് നമുക്ക് കാണാൻ സാധിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നോട്ടോകോഡ് ഒരു കാർട്ടിലേജിനസ് അല്ലെങ്കിൽ ബോണി വെർട്ടബ്രൽ കോളം അഡൾട്ട് ആവുമ്പോൾ അത് റീപ്ലേസ് ചെയ്യും. അതായത് നമുക്കറിയാം നമ്മുടെ നട്ടൽ വെർട്ടബ്രൽ കോളമായിട്ട് റീപ്ലേസ്ഡ് ആണ്. ആ ഒരു നോട്ടോകോഡ് ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ആ വെർട്ടബ്രൽ കോളം നമുക്ക് പ്രസൻ്റ് ആയിട്ടുള്ളത്. വെർട്ടബ്രൽ കോളം റീപ്ലേസ് ദ നോട്ടോകോഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എല്ലാ വെർട്ടബ്രേറ്റ്സും കോർഡേറ്റ്സ് ആണ്, പക്ഷെ എല്ലാ കോർഡേറ്റ്സും വെർട്ടബ്രേറ്റ്സ് അല്ല. കാരണം എല്ലാ കോർഡേറ്റ്സിൻ്റെയും ഡെവലപ്മെൻറ്റിലൂടെ അവർക്ക് വെർട്ടബ്രേറ്റ് ആവാൻ സാധിക്കില്ല, പക്ഷെ എല്ലാ വെർട്ടബ്രേറ്റ്സും കോർഡേറ്റ്സ് ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കേണ്ട ഒരു പോയിൻ്റാണ്. വെർട്ടബ്രേറ്റയിലുള്ള ഓർഗാനിസംസിൻ്റെ ബ്രെയിൻ വെൽ ഡെവലപ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ക്രേനിയം സ്കൾ കൊണ്ട് ബ്രെയിൻ വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇനി ബാക്കി വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഓഫ് മസിൽ സെൽസ് പ്രസൻ്റ് ആയിരിക്കും. സ്ട്രിപ്ഡ്, അൺസ്ട്രിപ്ഡ് ആൻഡ് കാർഡിയാക്. വെൽ ഡെവലപ്ഡ് സീലം ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അലിമെൻ്ററി കനാൽ കംപ്ലീറ്റ് ആണ്. ഹാർട്ട് 3 or 4 ചേമ്പേർഡ് ആയിട്ടായിരിക്കും വരുന്നത്. റെസ്പിറേറ്ററി, എക്സ്ക്രീറ്ററി ഓർഗാനിസംസ് ഉണ്ടാവും. കിഡ്നീസ് ഫോർ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ ആർ പെയർഡ് അപ്പൻഡേജസ് വിച്ച് മേ ബി ഫിൻസ് ഓർ ലിംസ്. എൻഡോക്രൈൻ ഗ്ലാൻസ് ആർ പ്രസൻറ്റ്. അപ്പോൾ ഇത്രയാണ് വെർട്ടബ്രേറ്റ സബ്ഫൈലമിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി സബ്ഫൈലം വെർട്ടബ്രേറ്റ അഗെയിൻ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒന്ന് അഗ്നാത്ത ആൻഡ് അഗ്നാത്തോസ്റ്റൊമേറ്റ. അപ്പോൾ അഗ്നാത്ത എന്ന് പറയുമ്പോൾ അതിനകത്ത് ലാക്ക് ജോ ഇല്ലായിരിക്കും. അഗ്നാത്തോസ്റ്റൊമേറ്റ എന്ന് പറയുമ്പോൾ ജോസ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ അഗ്നാത്ത ഇസ് എ സൂപ്പർ ക്ലാസ്. ജോലെസ് അക്വറ്റിക് ഫിഷാണ് പ്രധാനമായിട്ടും അഗ്നാത്ത എന്ന് പറയുന്ന ആ ഒരു ഡിവിഷൻസിലുള്ളത്. ദ മൗത്ത് ഹാസ് ടങ് വിത്ത് ഹോണി ടീത്ത്. അവരുടെ മൗത്തിൽ ജോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മൗത്ത് ടങ് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ആൻഡ് ആ ടങ്ങിൽ ഹോണി ടീത്ത് ആയിരിക്കും. ആൻഡ് ഇവർ പാരസൈറ്റിക് ആയിരിക്കും. അഗ്നാത്ത ഓർഗാനിസംസ് ആർ പാരസൈറ്റിക് ഓൺ ഫിഷസ്. 6 to 15 pairs of gill slits ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക, വിച്ച് ഓപ്പൺ ടു ഗിൽ പൗച്ചസ്. ദിസ് ഗിൽ സ്ലിറ്റ്സ് ഹെൽപ്പ് ഇൻ റെസ്പിറേഷൻ. അപ്പോൾ ഇവർക്ക് ഒരു സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് ആയിരിക്കും ഉണ്ടാവുക. Their body is devoid of scales and paired fins. Cranium and vertebral column are cartilaginous. ക്രേനിയമും അതുപോലെ തന്നെ വെർട്ടബ്രൽ കോളം കാർട്ടിലേജിനസ് ആയിരിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മറൈൻ ആയിരിക്കും, പക്ഷേ സ്പോണിങ്ങിന് വേണ്ടിയിട്ട് അവർ ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. സ്പോണിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 2-3 ദിവസത്തിന് ശേഷം അവർ their life will be over, they will die, and then the larva will again go back to ocean. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അസൈൻമെൻറ്റ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഔട്ട് ദ സീലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോർഡേറ്റ്സ്. കോർഡേറ്റ്സിൻ്റെ സീലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, പ്രസൻസ് ഓഫ് നെർവ് കോഡ്, അതുപോലെ തന്നെ പെയർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്, പോസ്റ്റ് ജനൽ ടെയിൽ. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കോർഡേറ്റ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോർഡേറ്റ്സ് ആൻഡ് നോൺ കോർഡേറ്റ്സ്. കോർഡേറ്റ്സിൽ നോട്ടോകോഡ് പ്രസൻ്റ് ആയിരിക്കും, നോൺ കോർഡേറ്റ്സിൽ നോട്ടോകോഡ് ആബ്സെൻ്റ് ആണ്. കോർഡേറ്റ്സിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസൽ, ഹോളോ ആൻഡ് സിംഗിൾ ആണ്. നോൺ കോർഡേറ്റ്സിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ ആണ്. കോർഡേറ്റ്സിൽ ഫാരിങ്സ് പെർഫോറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്. നോൺ കോർഡേറ്റ്സിൽ ഗിൽ സ്ലിറ്റ്സ് ആർ ആബ്സെൻറ്റ്. കോർഡേറ്റ്സിൽ ഹാർട്ട് ഈസ് വെൻട്രൽ. നോൺ കോർഡേറ്റ്സിൽ ഹാർട്ട് ഈസ് ഡോർസൽ ഇഫ് പ്രസൻറ്റ്. കോർഡേറ്റ്സിൽ എ പോസ്റ്റ് ആനൽ പാർട്ട് ഈസ് പ്രസൻറ്റ്, പക്ഷേ നോൺ കോർഡേറ്റ്സിൽ പോസ്റ്റ് ആനൽ ടെയിൽ ആബ്സെൻ്റ് ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രിപ്പയർ എ ബ്രാഞ്ചിങ് ചാർട്ട് ഷോയിങ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കോർഡേറ്റ. കോർഡേറ്റയുടെ ക്ലാസിഫിക്കേഷൻ ഒരു ചാർട്ട് രീതിയിൽ, ബ്രാഞ്ചിങ് ചാർട്ട് രീതിയിൽ നമ്മൾ കാണിക്കണം. ഫൈലം കോർഡേറ്റ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രൊട്ടോകോർഡേറ്റ ആൻഡ് വെർട്ടബ്രേറ്റ. പ്രൊട്ടോകോർഡേറ്റ രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക, യൂറോകോർഡേറ്റ ആൻഡ് സെഫലോകോർഡേറ്റ. വെർട്ടബ്രേറ്റ അഗെയിൻ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, സബ്ഫൈലം അഗ്നാത്ത വിച്ച് കണ്ടെയ്ൻസ് സൈക്ലോസ്റ്റൊമേറ്റ, ലാക്സ് ജോ. വെർട്ടബ്രേറ്റയുടെ മറ്റൊരു സബ്ഫൈലമാണ് ഗ്നാത്തോസ്റ്റൊമാറ്റ. അത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒന്ന് പിസസ്, രണ്ടാമത്തത് ടെട്രോപോഡ. പിസസിൽ നമുക്ക് 2 ഡിവിഷൻസ് ആണ്, ക്ലാസ്സസ് ആണ് പിന്നെ കാണാൻ സാധിക്കുക. ഒന്ന് കാർട്ടിലേജിനസ് ഫിഷും രണ്ടാമത്തേത് ബോണി ഫിഷസും ആയിരിക്കും. ആൻഡ് സൂപ്പർ ക്ലാസ് ടെട്രോപോഡ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആംഫീബിയൻസ് വരും, റെപ്റ്റൈൽസ് വരും, ഏവ്സ് ആൻഡ് മെമ്മൽസ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ആ ഒരു ബ്രാഞ്ചിങ് ചാർട്ടിൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് കോർഡേറ്റ ബ്രാഞ്ചിങ് ചാർട്ടിൽ കാണിക്കേണ്ടത്.
ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണ്. എന്യൂമറേറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. ഇവിടെ നമുക്ക് 2 കാറ്റഗറീസ് തന്നിട്ടുണ്ട്, 3 കാറ്റഗറീസ് തന്നിട്ടുണ്ട്. ആ 3 കാറ്റഗറി നമ്മൾ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്യൂമറേറ്റ് ചെയ്യുക. അപ്പോൾ യൂറോകോർഡേറ്റ, ഇൻ യൂറോകോർഡേറ്റ നോട്ടോകോർഡ് is present only in larval tail and disappears in the adult. They are exclusively marine. The adults are fixed to a substratum. They are also known as tunicate because the body of an adult is enclosed with a tunic made up of cellulose-like substance called tunicin. The nerve cord present in larvae is replaced by dorsal ganglion in adults. The larva can move and undergoes the metamorphosis. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. രണ്ടാമത്തേത് cephalochordata ആണ്. In cephalochordata, notochord extends from head to tail region and is persistent throughout their life. They are small fish-like marine animals. Their body is laterally compressed, elongated and pointed at both ends. Their excretory organs are nephridia and post-anal tail. And the last category, vertebrata. The members of subphylum Vertebrata possess a notochord. During the embryonic period, notochord is replaced by a cartilaginous or bony vertebral column in the adult. They consist of 3 types of muscles: stripped, unstripped, and cardiac. They have well-developed coelom. The alimentary canal is complete. The heart is 3 or 4 chambered. They have well-developed respiratory and excretory system, kidneys for excretion and osmoregulation, and paired appendages which may be fins or limbs. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോട്ട്സും അസൈൻമെൻറ്റ്സും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. Don't forget to subscribe to my channel and ring the notification bell. See you on my next video. Thanks for watching. Bye bye.